ജയരാജ്, രാഹുൽ തേച്ചില്ലേ വയനാട്ടുകാരെ? നാടൻ ഭാഷയാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ താല്പര്യം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുക എന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കായിരുന്നു. കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ജയിക്കണമെങ്കിൽ ആകപ്പാടെ ഒരു കച്ചിത്തുരുമ്പ് രാഹുലിന്റെ ഒരു ഇമേജ് മാത്രമായിരുന്നു. ജോഡോ യാത്രയിൽ കൂടി രാഹുൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് മാത്രമായിരുന്നു കോൺഗ്രസ്സുകാർ വി ഡി സതീശനെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാർക്ക് സുധാകരനെ കാണിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിയെ കൈയും കാലും പിടിച്ച് KC വേണുഗോപാൽ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അതിനവർക്ക് ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിനകത്ത് ചില അന്തർധാരകളുടെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് ഗുണമില്ലായി. 19 സീറ്റ് 2019 കിട്ടിയത് രാഹുലിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട അതിനകത്ത്. ഇപ്പൊ 2024 രാഹുലിന്റെ സാന്നിധ്യം അല്ലെ, അത് ഫലം കണ്ടു. അതല്ലെങ്കിൽ ഇനി അടുത്ത തവണ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുമായിരിക്കാം. ഈ നെഹ്റു ഗാന്ധി കുടുംബം ഇല്ലാതെ കേരളത്തിലെ കോൺഗ്രസിന് വേറെ ഒരു ഇമേജറി ഇല്ലല്ലോ. ആ ഒരു ഇമേജറി കാണിച്ച് എത്ര നാൾ ആളുകളെ പറ്റിക്കാൻ പറ്റും അത്ര നാൾ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. എന്തായാലും നിയമസഭയിൽ പടിക്ക് പുറത്തു തന്നെയാണ് സ്ഥിരം നിർത്തിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ മാത്രമല്ല, അങ്ങനെ തന്നെയാണ് കേരളം കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു നറേറ്റീവാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ജനത. വർഷാവർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിജയം കണ്ടതുകൊണ്ട്, ഈ ലോക്സഭയിലേക്കുള്ള ഒരു വിജയം കണ്ടുകൊണ്ട് നിയമസഭയിലോട്ടുള്ള വിജയമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോരുത്. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ ഗാർഡ് ഇട്ടതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണല്ലോ. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ഞാൻ നാഷണൽ ചാനലിലൊക്കെ ഇന്റർവ്യൂവിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നാഷണൽ ചാനൽ NDTV ആണെങ്കിലും ടൈംസ് നൗ ആണെങ്കിലും അവിടെയൊക്കെ ആളുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഇന്ത്യ മുന്നണിയല്ലേ, പിന്നെ രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കാമോ? രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുന്നത് ശരിയാണോ? ഇതായിരുന്നു കുറെ നാളുകൾ, ആഴ്ചകളോളം ടോപ്പിക്ക്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു, ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ മീഡിയ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാൻഡ് ഇപ്പൊ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ ഒരു ക്ലസ്റ്റർ ഓഫ് മീഡിയാസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അത്തരം ചാനലുകളിൽ പല കോൺഗ്രസിന്റെ സ്പോക്സ്മാൻമാരും ഇടതുപക്ഷത്തിന്റെ സ്പോക്സ്മാൻമാരും ഔദ്യോഗികമായിട്ടുള്ളവരാരും പങ്കെടുക്കാത്തത്. ഇപ്പൊ കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പക്ഷേ ഈ കേരളത്തിലെ മുന്നണി സംവിധാനം ഇങ്ങനെയാണ്, ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട് എന്നൊക്കെ ആദ്യമേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ മത്സരത്തിന്റെ പ്രാധാന്യം അപ്പൊ ആനി രാജ ഒരു സ്ത്രീയല്ലേ, ആനി രാജയ്ക്കെതിരെ മത്സരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഒരു ഗ്രേറ്റർ കോമൺ ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് പോലെ അതിനു വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ രാഹുൽ ഗാന്ധിയെ ഒരുപാട് തവണ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ചില പ്രയോഗങ്ങൾ, ചില പ്രസ്താവനകൾ, ചില ഇടതുവിരുദ്ധ പ്രഖ്യാപനം അത് രാഹുൽ ഗാന്ധിയുടെ വായിൽ തിരികെ വെച്ച് കൊടുത്ത് പറയിപ്പിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണെന്ന് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് അത് ഡെലിവറി ചെയ്യുകയും ചെയ്ത് 2-3 പ്രാവശ്യം ഒരാവശ്യമില്ലാത്ത അക്വിസിഷൻ നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഇമേജ് ചീത്തയാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കൊടി വിവാദം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ കൊടി വിവാദം ഉണ്ടായപ്പോൾ സ്ഥിതി എന്താ? ഉത്തരേന്ത്യൻ മീഡിയയിൽ ഇത് മൊത്തം പ്രൊജക്ട് ചെയ്തത് എങ്ങനെയാണ്? ഇവിടെയെല്ലാം പാകിസ്ഥാന്റെ കൊടി ഉയർത്തി ഇവിടെ പ്രചരണം നടത്തുന്നു. അത് വളരെയേറെ പ്രചണ്ഡമായ പ്രചരണമാണ് ഉത്തരേന്ത്യയിൽ അഴിച്ചുവിട്ടത്. അതിന്റെ ഭാഗമായിട്ട് ഡിഫെൻസീവായിട്ട് പോവേണ്ടി വന്നു. ഇത്തവണ എല്ലാ കൊടികളും ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇപ്പൊ ലീഗിന്റെ കൊടി മാത്രം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ, അതല്ലേ വേറെ ഏതെങ്കിലും ഹരിതവർണ്ണമുള്ള ജനതാദൾ അവരുടെ കൂടെയാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം പാകിസ്ഥാന്റെ കൊടിയായി ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് ഭയന്നിട്ടാണ് കോൺഗ്രസിന്റെ കൊടി പോലും ഉപയോഗിക്കേണ്ടെന്നൊരു തീരുമാനമെടുത്തത്. അത്രയും ഗാർഡറായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇനി റായ്ബറേലിയിലൂടെ മത്സരിക്കുന്നത് പറയുമ്പോൾ ഇപ്പോഴേ നിങ്ങളെ തേക്കാൻ പോകുന്നു. ഇനി റായ്ബറേലി പോയി മത്സരിച്ചിട്ട് അവിടെ ജയിച്ചിട്ട് നിങ്ങളെ കളഞ്ഞിട്ട് പോകും, വെറുതെയാണ്, രാഹുൽ ഗാന്ധി ഇവിടെ വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രചരണം അഴിച്ചുവിടുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയം സത്യത്തിൽ ഇവിടെ ആർക്കും താല്പര്യമില്ലാത്തൊരു കേസായിരുന്നു.